നിങ്ങളിൽ പലരും ഈ പ്രോബയോട്ടിക് ധാരാളം കിട്ടാനായിട്ട് കട്ട തൈര് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവരുണ്ട്. അതുപോലെ പ്രോട്ടീൻ ധാരാളമായിട്ട് കിട്ടാനായിട്ട് കോഴിയും കോഴിമുട്ടയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവരുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന രോഗാവസ്ഥ അനുഭവിക്കുന്നവര് ഈ കോഴിയും കോഴിമുട്ടയും തൈരും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് യാതൊരു ആശ്വാസം ലഭിക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഏതേത് രോഗാവസ്ഥയിലൊക്കെയാണ് ഒരു ആയുർവേദ വീക്ഷണം അനുസരിച്ച് ഈ തൈരും കോഴിമുട്ടയും കോഴിമാംസമൊക്കെ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് തൈര് വളരെയധികം ചൂടുണ്ടാക്കുന്നുണ്ട്. ശരീരത്തിൽ ദഹിച്ചതിന് ശേഷം പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നു, രക്തദുഷ്ടി ഉണ്ടാക്കുന്നു, ചൂട് കൂട്ടുന്നു ശരീരത്തിൽ എന്ന് ചുരുക്കം. അതുപോലെ തന്നെയാണ് കോഴി മാംസവും കോഴിമുട്ടയും ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ ചൂട് കൂട്ടുന്നു, അതുവഴി പിത്തദോഷം വർദ്ധിക്കുന്നു, രക്തദുഷ്ടി ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഇത് ചൂടുകാലം കൂടിയാണ്. ഈ സമയത്ത് ഇനി പറയുന്ന രോഗാവസ്ഥകളുള്ളവർക്ക് ഈ പിത്തദോഷം വർദ്ധിക്കുന്നു, രക്തദുഷ്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തികച്ച് ചൂടുകാലത്ത് ബുദ്ധിമുട്ടുകൾ കൂടാനായിട്ടാണ് സാധ്യത. അതായത് പിത്തം വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകളിൽ ചിലതാണ് രക്തദൂഷ്യം കൊണ്ടുണ്ടാവുന്ന ത്വക്ക് രോഗങ്ങൾ. അതുപോലെ തന്നെ രക്തധാതുവും പിത്തദോഷവും ദുഷിച്ചുണ്ടാകുന്ന രക്തവാത സംബന്ധമായ സന്ധികളിൽ ഉണ്ടാകുന്ന നീരും വേദനയും ഇത്തരം ബുദ്ധിമുട്ടുകൾ. അടുത്തതായിട്ട് പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് അസിഡിറ്റി, നെഞ്ചരിച്ചിലും പുളിച്ചുകേട്ടലും ഇത്തരം പ്രശ്നങ്ങൾ. പലതരത്തിലുള്ള ദഹനേന്ദ്രിയ വ്യൂഹവുമായി വരുന്ന പലതരം ബുദ്ധിമുട്ടുകൾ, നെഞ്ചരിച്ചിലും പുളിച്ചുകേട്ടലും മേമ്പക്കവും ജെറഡും ഗ്യാസ്ട്രൈറ്റിസും ഇങ്ങനെ പല പേരുകളിൽ നിങ്ങൾ വിളിക്കാറില്ലേ. ഈ രോഗാവസ്ഥകളിലൊക്കെ പിത്തദോഷം അവിടെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്, അതുപോലെ രക്തദുഷ്ടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം രോഗാവസ്ഥയിൽ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് രക്തധാതുവിന്റെ ദുഷ്ടി ശമിപ്പിക്കുന്നതിന്, അതുപോലെ പിത്തദോഷം വർദ്ധിച്ചിരിക്കുന്ന പിത്തദോഷത്തെ ശമിപ്പിക്കുന്നതിന് സഹായകരമായ ഭക്ഷണരീതികളും ജീവിത രീതികളും ഔഷധങ്ങളുമാണ് നിർദ്ദേശിക്കുക. അപ്പൊ ഇതിന് ഘടകവിരുദ്ധമാണ് ഈ കോഴി, കോഴിമുട്ട, തൈര്, അത്തരം സംഗതികൾ. അതുപോലെ തന്നെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന സംഗതികളാണ് ഈ എണ്ണപ്പലഹാരങ്ങളും അച്ചാറും. അതും ഇത്തരം രോഗികൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ട് ഉപകാരപ്പെട്ടു എന്നുള്ള വിവരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം രോഗാവസ്ഥകളുമായി മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.